യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു സംശയം തോന്നാം, യേശുക്രിസ്തു എന്തായാലും എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ ജീവിച്ചാലും അത് ആ സമയത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ഒരു സംശയം തോന്നാം. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള വ്യവസ്ഥ വേദപുസ്തകത്തിൽ പറയുന്നത്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കാണ് സൽഗുണപൂർത്തി ഉണ്ടാകുന്നത്. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന യാഗത്താലാണ് സംഭവിക്കുന്നത്, വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ക്രിസ്തുവിന് അനുരൂപമായി മാറുകയാണ്. അവിടെയാണ് അനുസരണം ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊരു സൽഗുണപൂർത്തി ഉണ്ടാകുന്നത് ഈ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ ഒരൊറ്റ യാഗത്താൽ എന്നേക്കുമായിട്ടുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും അവരുടെ സൽഗുണപൂർത്തി കർത്താവ് ഓൾറെഡി വരുത്തിയിരിക്കുന്നതാണ്. ഒറ്റയാഗത്താൽ അതിനുവേണ്ടി വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലാത്ത നിയമമാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒരു യാഗം നമ്മുടെ സകല പാപങ്ങളെയും പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന ശരിക്കും ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത് ബോധ്യമാകണമെന്നില്ല. ബോധ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് തരുന്ന സാക്ഷ്യമാണ് യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഒറ്റ യാഗം നിങ്ങളെല്ലാവരെയും ക്ലിയർ ചെയ്യുന്ന ഒരു യാഗമുണ്ട്. ആ യാഗത്തിൽ ഇന്നും നീ വിശ്വസിക്കണം. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ആ യാഗത്തിൽ ചൊരിഞ്ഞപ്പെട്ട യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും. വിശ്വാസമില്ലാതെ വരുമ്പോൾ ഓക്കെ, വിശ്വസിച്ചില്ല. എന്നാൽ ചില ആളുകളോട് അപ്പോൾ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നമുക്ക് സാക്ഷിക്കുന്നു. അതായത് ഇത് ശരിക്കും എങ്ങനെയാണ് എനിക്ക് വേണ്ടി വേറൊരാൾ മരിച്ചു, യാഗമർപ്പിച്ചു എന്നുള്ളത് എനിക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? അത് മനുഷ്യ ബുദ്ധി കൊണ്ടല്ല, അത് ദൈവാത്മാവ് എന്നോട് സാക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവാത്മാവിനെതിരെ പാപം ചെയ്യണം. അപ്പോൾ എന്നോട് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് സാക്ഷിക്കുന്ന സാക്ഷ്യത്തിനെതിരെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ആത്മാവിലല്ല നടക്കുന്നത്. ഞാൻ നടക്കുന്നത് എൻ്റെ പാരമ്പര്യങ്ങൾ, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾ അനുസരിച്ചാണ്. അവിടെ എനിക്ക് ദൈവത്തോട് ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. സഹോദരങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമാണ് ഇറങ്ങി വന്ന് നമ്മളോട് പറയുന്നത് ഇതിങ്ങനെയാണ് മകനെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെതിരെ പാപം ചെയ്ത് കഴിയുമ്പോൾ അത് ഒരിക്കലും സമാധാനം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു നീക്കുപോക്കില്ലാത്തൊരു പാപമായി മാറുന്നുവെന്ന് ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവം എന്താണോ അവസാനിപ്പിച്ചത് അത് അവസാനിച്ചതാണ്. ഈ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളെല്ലാം തീർന്നു പോയതാണ് എന്ന് വേദപുസ്തകം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഇത് എവിടെ നിന്ന് വന്നതാണ്? യിരെമ്യാവിൻ്റെ 31:30 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച പോലെ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഇതിനെയാണ് ആത്മാവ് സാക്ഷിക്കുക എന്ന് പറയുന്നത്. ആത്മാവ് സാക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ദൈവത്തെ, കർത്താവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു ആരാണെന്നും പാപം എന്താണ്, നീതി എന്താണ്, ന്യായവിധി എന്താണെന്നെല്ലാം ഈ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു സാക്ഷ്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നത് ശരിക്കും ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്നും അവൻ നീതിയിൽ തികഞ്ഞവനായിരുന്നു, അവൻ എനിക്ക് മതിയായവനാണെന്നും ഇനി വേറൊരു യാഗത്തിൻ്റെ ആവശ്യമില്ലെന്നും ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നും കർത്താവിനെ ഒരിക്കലും കൈവിടുകയില്ലെന്നുമൊക്കെയുള്ള ആ ഒരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ സാക്ഷീകരിക്കുന്നത് എന്താണ്? ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി, അതായത് ആത്മാവിനെ ഉള്ളിൽ തന്ന് അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുലെടുത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇത് ബൈബിളിൻ്റെ ഒരു സത്യപ്രസ്താവനയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നുണ്ടെങ്കിൽ പാപമോചനത്തിനായുള്ള യാതൊരു യാഗവും ഇനി ആവശ്യമില്ല. ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി മേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, എന്തുകൊണ്ട് ഇനിയൊരു യാഗവും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് പ്രസ്താവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എന്നേക്കുമായിട്ടൊരു പ്രവേശനം നമുക്ക് സാധിക്കുന്നു. അത് വീണ്ടും വീണ്ടും നമ്മൾ ഇടനിലക്കാരെ ആശ്രയിക്കേണ്ട, മധ്യസ്ഥന്മാരെ ആശ്രയിക്കേണ്ട, കുർബാനയെ ആശ്രയിക്കേണ്ട, കർമ്മങ്ങളെ ആശ്രയിക്കേണ്ട. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ഏതു മനുഷ്യനും ഏത് സമയത്തും വിശ്വസിക്കുന്നവർക്ക് ധൈര്യമായി കടന്നു ചെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പം യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ ദേഹം എന്ന തിരശ്ശീല കീറി ആ തിരശ്ശീലയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു വഴി തുറന്നു. ജീവനുള്ളൊരു വഴി, ജീവൻ്റെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു വഴി നമുക്കായി പ്രതിഷ്ഠിച്ചു.
തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, ആത്മീയമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അവിടെ നമുക്ക് ധൈര്യമുണ്ട്. അതിൻ്റെ കാരണം ദേവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതായത് ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പം എനിക്ക് വേണ്ടി ശുശ്രൂഷിച്ച, എൻ്റെ പാപങ്ങളെ പരിഹരിച്ച, എനിക്ക് നിത്യമായ സൽഗുണപൂർത്തി വരുത്തിയ, എന്നിൽ വസിക്കുന്ന ഒരു മഹാപുരോഹിതൻ അവിടെ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാനുള്ള കാരണം ഈ മഹാപുരോഹിതൻ അവിടെ നിൽക്കുന്നതാണ്. അതാണ് എൻ്റെ ആശ്വാസം, അതാണ് എൻ്റെ ബലം. ഓക്കെ, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുമുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. അപ്പോൾ എന്താണ് ഈ ദുർമനസാക്ഷി? ദുർമനസാക്ഷി എന്ന് പറയുന്നത് ശരിക്കും ഗിൽറ്റാണ്. അതാണ് പാപങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ബോധം. അതായത് ഞാൻ പാപിയാണ്, ഞാൻ യോഗ്യനല്ല, അതൊക്കെ ശരിയാണ്. യോഗ്യനല്ല, അത് ശരിയാണ്. പാപിയാണ്, അത് ശരിയാണ്. ദൈവം എന്നെ കൈക്കൊള്ളില്ല, ദൈവം ഇനി എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഇതിനൊരു പാപക്ഷമ ഉണ്ടാവില്ല എന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, ഇതിനാണ് നമ്മൾ ദുർമനസാക്ഷി എന്ന് പറയുന്നത്. മനസാക്ഷി നല്ലതാണെങ്കിലും അത് ഗിൽറ്റിലോട്ട് പോയി കഴിയുമ്പോൾ അത് ദുർമനസാക്ഷിയാണ്. നമുക്കൊരു മനസാക്ഷി ഉണ്ടായിരിക്കണം, നല്ല മനസാക്ഷി. എന്നാൽ അത് ദുർമനസാക്ഷിയാകുന്നത് എങ്ങനെയാണ്? ഗിൽറ്റ് കാരണമാണ്. അയ്യോ, ഇനി എന്നെ ദൈവം സ്വീകരിക്കില്ലായിരിക്കും, അയ്യോ എൻ്റെ പാപങ്ങൾ ഇനി എങ്ങനെ, കർത്താവ് ഒരിക്കൽ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതല്ലേ, ഇനി രണ്ടാമതൊരു യാഗം ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ പാപം ഇനി പരിഹരിക്കപ്പെടുകയില്ലായിരിക്കും, എന്നോട് ക്ഷമിക്കുകയില്ലായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഈ യാഗം തീർന്നു പോകുന്ന യാഗമല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഒറ്റ യാഗമുള്ളൂ, പക്ഷേ അത് നിത്യതയിലാണ്. അത് ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇല്ലാതെ പോയില്ല. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ നോക്കുമ്പോൾ പൂർവ്വകാല പാപങ്ങൾ കർത്താവ് വിട്ടുകൊണ്ടിരിക്കും. അവൻ്റെ ശരീരം, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഇപ്പോഴും നമുക്ക് വേണ്ടി യാചിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. എന്താണ് ഈ ശുദ്ധവെള്ളം? ഇവിടെ ഈ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇങ്ങനെയാണ്: ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നാം അടുത്ത് ചെല്ലുക. ഈ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ ദുർമനസാക്ഷി നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? ദുർമനസാക്ഷി നമ്മുടെ ഉള്ളിൽ, അതായത് ഗിൽറ്റ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കടത്തിവിടാതെ, അയ്യോ നീ പാപിയല്ലേ, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആ ഒരു ഗിൽറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ പറയുന്ന രണ്ട് വാഷിങ്ങിനെ കുറിച്ചാണ്. ഒന്ന്, ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ല. അപ്പോൾ പൂർണ്ണ നിശ്ചയം നമുക്ക് തരാൻ ദുർമനസാക്ഷി നീങ്ങി എനിക്ക് കർത്താവിൻ്റെ അടുത്ത് ധൈര്യമായി പ്രവേശിക്കാമെന്നുള്ള നിശ്ചയം എനിക്ക് തരുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്: ഹൃദയത്തിലുള്ള തളിക്കലും ശുദ്ധവെള്ളത്താലുള്ള ശരീരം കഴുകൽ. ഈ ശരീരം കഴുകുക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ശരീരത്തിൻ്റെ കഴുകൽ എന്ന് പറയുന്നത് ഇറ്റ് സിംബലൈസസ് അവർ ഡെത്ത് ഓൺ ദ ക്രോസ്. ക്രിസ്തുവിനോട് കൂടിയുള്ള നമ്മുടെ മരണത്തിൻ്റെ സദൃശമായിട്ടാണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശുദ്ധവെള്ളം, നിർമ്മല ജലം, എന്ത് നിർമ്മല ജലമാണ്? നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന നിർമ്മല ജലത്തെക്കുറിച്ചാണോ അവിടെ പറയുന്നത്? അല്ല. ആ നിർമ്മല ജലം എഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നൊരു നിർമ്മല ജലമുണ്ട്, നമ്മളെ ശുദ്ധമാക്കുന്ന നിർമ്മല ജലം. അത് യഹെസ്കേൽ 36-ന്റെ 25 ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. 36-ന്റെ 25-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലന്മാരായിത്തീരും. അപ്പോൾ നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കും, നിങ്ങൾ ക്ലീനായിട്ട് മാറും. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരാത്മാവിനെ നൽകും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ഈ വെള്ളം എന്താ ചെയ്യുന്നത്? നമ്മളെ നിർമ്മലീകരിക്കുക, ക്ലെൻസ് ചെയ്യുക ചെയ്യുന്ന ശുദ്ധവെള്ളം. അപ്പോൾ ശരീരം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ താഴോട്ട് വരുമ്പോൾ പറയാണ്, ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. 26-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ ശരീരം കഴുകപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, ഈ പാഷൻസ്, ശരീരത്തിൻ്റെ വികാരങ്ങൾ, അതിൻ്റെ മേൽ തളിക്കപ്പെടുന്ന വെള്ളം എന്നേക്കുമായി നമ്മളെ വാഷ് ചെയ്യാൻ വേണ്ടി ആ പുനർജനന സ്നാനം എന്ന് പറയുന്ന ആ വെള്ളം നമ്മുടെ മേൽ വീഴ്ത്തപ്പെടുമ്പോൾ നമ്മൾ ശുദ്ധവെള്ളത്താൽ, ദൈവം ഉയരത്തിൽ നിന്ന് നൽകുന്ന ഒരു കഴുകലിനാൽ ശുദ്ധി പ്രാപിച്ചവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ. ശരീരമാണ് നമ്മുടെ പാപത്തിൻ്റെ പ്രവണതകൾക്ക് കാരണം. നമുക്കറിയാം, ശാസ്ത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പാപം എന്ന് പറയുന്നില്ലെങ്കിലും നമ്മുടെ പെരുമാറ്റങ്ങൾ എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ഹോർമോണുകളും ശരീരത്തിൻ്റെ തലയ്ക്കകത്തുള്ള കെമിക്കൽ ഒക്കെയാണ് നമുക്കറിയാം. അപ്പോൾ ഈ വക കാര്യങ്ങൾ ശരീരത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് ഈ ശരീരത്തിന് ജഡത്തെ ഉരിഞ്ഞു കളയുമാറാണ്. അപ്പം ജഡത്തെ ഉരിഞ്ഞു കളയുമാറ്
ഉള്ള സർക്കംസിഷനാണ് ഈ വെള്ളത്തിൽ, അതായത് പരിച്ഛേദന. അതാണ് ശരിക്കുള്ള പരിച്ഛേദന. പല മതങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പരിച്ഛേദനയുണ്ട്. അതല്ല ഇവിടുത്തെ പരിച്ഛേദന. ഇവിടുത്തെ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീര പാഷൻസിനെ യേശു കർത്താവിൻ്റെ തളിക്കുന്ന നിർമ്മല ജലത്താൽ ശരീരശുദ്ധി. ഈ ശരീരശുദ്ധി എന്ന് പറയുന്നത് ആലങ്കാരിക ശുദ്ധിയല്ല, സെറമോണിയൽ ക്ലെൻലിനെസ് അല്ല, നമ്മുടെ പാഷൻസിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന, വികാരങ്ങളിൽ നമ്മൾ പ്രാപിക്കുന്ന ശുദ്ധീകരണമാണ്. ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും. ഇപ്പോൾ ഹൃദയത്തിൽ എന്താ തളിക്കുന്നത്? ഹൃദയത്തിൽ തളിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെ നിർമ്മലീകരിക്കുക എന്ന് തന്നെയാണ്. നമ്മൾ പഴയ ഹൃദയം മാറ്റി പുതിയൊരു ഹൃദയം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിറ്ററലി അങ്ങനെ സംഭവിക്കുകയല്ല. നമ്മൾ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവനുണ്ട്. ആ പുതിയൊരു ജീവൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷി ശുദ്ധമാകുമാറും ശരീരം ശുദ്ധമാകുമാറും നമ്മുടെ മേൽ കർത്താവിൻ്റെ ക്ലെൻസിങ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുർമനസാക്ഷി നമുക്ക് വിട്ടുകളഞ്ഞിട്ട് കർത്താവിൻ്റെ ഒരു ധൈര്യത്തോടെ ചെല്ലാം. കാരണം അവിടെ നമുക്കൊരു പുരോഹിതൻ ഉണ്ട്. അടുത്ത വാക്യം പറയുന്നത് പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം നമ്മുടെ പ്രത്യാശ നിലനിൽക്കുന്നതാണ്, എന്നേക്കുമായിട്ടുള്ളതാണ്. അതൊരിക്കലും ദുർമനസാക്ഷി കാരണം ഇല്ലാതെ പോകരുത്. കാരണം നമുക്കൊരു മഹാപുരോഹിതൻ അവിടെയുണ്ട്. അവൻ്റെ ശരീരയാഗത്താൽ നമ്മൾ ശുദ്ധി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നമുക്കൊരു ദുർമനസാക്ഷി ഉണ്ടാകരുത്. നമ്മൾ ധൈര്യത്തോടെ അവൻ്റെ അടുക്കിലേക്ക് കയറി ചെല്ലണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശ്വസ്തനായതുകൊണ്ട് നാം ഈ സ്വീകാരം മുറുകെ പിടിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. നമ്മൾ 7-ാം അധ്യായത്തിൽ വായിച്ചപ്പോഴും ഇങ്ങനെ കണ്ടു. ഈ മഹാപുരോഹിതൻ നമ്മളെ പൂർണ്ണമായും രക്ഷിപ്പാൻ തക്കവണ്ണം പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പോൾ അടുത്ത 1-2 ഭാഗങ്ങൾ ഈ പരസ്പരം ഈ പ്രത്യാശ വളർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വിശ്വാസികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ സംസാരിക്കണം. ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആളുകളിൽ കുറ്റബോധം, ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിട്ട് ഞാൻ പോകുമോ സ്വർഗത്തിൽ നിന്നുള്ള ഭയത്തിലേക്കാണ് ആളുകൾ പോകുന്നത്. കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ല ചെയ്യുന്നത്. ഇന്ന് പല പ്രസംഗങ്ങളിൽ ചെയ്യുന്ന കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ച് പറയാതെ പാപബോധം ഉണ്ടാക്കി വിട്ട് കഴിയുമ്പോൾ ഈ പാപത്തിന് പരിഹാരം വരുത്തിയിട്ടുള്ളൊരു കർത്താവുണ്ടെന്നും നമുക്ക് ഇന്നും ആ പരിഹാരം നടക്കുമെന്നും അവൻ്റെ നിയമങ്ങൾ ഒരിക്കലും അഴിഞ്ഞു പോകാത്തത് കൊണ്ട്, ന്യായപ്രമാണം നിഴൽ നീങ്ങിപ്പോകുമ്പോഴും ദൈവത്തിൻ്റെ നിയമങ്ങൾ അഴിഞ്ഞു പോകാത്തത് കൊണ്ട്, നാം വിശദീകരിക്കപ്പെടാനുള്ളത് കൊണ്ട് ഈ കഴുകൽ നമുക്ക് ഇന്നും അവൈലബിൾ ആണെന്നുമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ദുർമനസാക്ഷിയുള്ളവരായിട്ട് മാറും. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാവുകയില്ല. അടുത്ത വാക്യം പറയുകയാണ്, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മതത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഒരു മതമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല, ഇടനിലക്കാരുടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ സമാധാനം പ്രാപിക്കാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു യാഗം മാത്രം മതി. എത്ര ഫ്രീ ആണ്! നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ഫ്രീഡം ഭയങ്കരമാണ്. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോഴും വിശ്വസിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഉടനെ ആളുകൾ വിചാരിക്കും പ്രവൃത്തി വേണ്ടെന്ന് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, കർമ്മപരമായി യാതൊന്നും ചെയ്യേണ്ട, യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ അത് പരിപൂർണമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സഭ എന്തിനാ? ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു മഹാപുരോഹിതനോട് നിൽപ്പുണ്ടല്ലോ, പ്രത്യാശ മുറുകെ പിടിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ പ്രത്യാശയില്ലാത്തവരായും സങ്കടപ്പെടുന്നവരായും ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തവരായിട്ടും കാണപ്പെടുമ്പോൾ ഈ പ്രത്യാശയുടെ സ്വീകാരം ഓർമ്മിപ്പിക്കാൻ, വിഷമിക്കേണ്ട, കർത്താവ് നമുക്കുണ്ട് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പരസ്പരം പ്രബോധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അപ്പോൾ ഈ സഭായോഗങ്ങളിൽ എന്തിനാണ് പോകുന്നത്? സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്കറിയാമോ, പല ആളുകളും ഈ സഭായോഗങ്ങളെ ഒഴിവാക്കിയിട്ട് ടി വിയുടെ മുമ്പിലിരുന്ന്, വചനം കേൾക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞായറാഴ്ച ദിവസങ്ങളിൽ സഭ കൂടി വരാതെ, സഭയിൽ അപ്പം നുറുക്കാതെ വീട്ടിലിരുന്നു കൊണ്ട് ആരാധിച്ചു പോരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് എനിക്ക് പോകാൻ സമയമില്ല, സൗകര്യമില്ല, ഞാനിവിടെ ഇരുന്നേക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മതമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ സഭയിൽ പോകാൻ ഇത്ര നിർബന്ധമെന്ന്? അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, കൊടുക്കാനും കൂടെ വേണ്ടിയാണ്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പറയുന്ന പരസ്പരം പ്രബോധിപ്പിക്കുക എന്നാണ്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ഞാനൊരാളെ എൻകറേജ് ചെയ്യാണ്, സ്നേഹിക്ക്. ഞാനൊരാളെ എൻകറേജ് ചെയ്യാണ്, ഉത്സാഹം വർദ്ധിക്കട്ടെ, നമുക്കൊന്നിച്ച് നിൽക്കാം, ചെയ്യാം. അത് പരസ്പരമാണ്. ഒരു കാർമ്മികനല്ല അത് ചെയ്യുന്നത്, ഒരു പുരോഹിതനല്ല. ഇത് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ ഇത്തിരി മുമ്പ് വായിച്ചതുപോലെ ശിശുക്കളെ പോലെ ആയിരിക്കുകയല്ല. വചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ജീവൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ആളുകളോട് സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനും അവരെ പ്രബോധിപ്പിക്കാനും, തിരിച്ച് ഞാൻ പരാജയപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് എന്നെ ആശ്വസിപ്പിക്കാനും, ഈ പരസ്പരം ഒരേ ആത്മാവിലുള്ളവർ ഒന്നിച്ച് ചേരേണ്ടത്, ഒന്നിച്ച് കൂടേണ്ടത്, അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതൊരു മതപരമായ കാര്യമല്ല. പരസ്പരം ബലപ്പെടുത്താനും നന്നാക്കാനും
പ്രത്യാശയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാനൊക്കെ വേണ്ടിയാണ്. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ സഭയിലോട്ട് നിങ്ങൾ പോകാൻ എഴുന്നേൽക്കുമ്പം റെഡിയാകുമ്പോൾ ആലോചിക്കണം, കർത്താവെ, ഞാൻ പോകുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ആശ്വാസമാകണം. അവിടെ വേദനയുള്ള പല ആളുകളുണ്ട്. എന്നെ നീ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്? എനിക്ക് അവർക്ക് കൊടുക്കാൻ എന്തുണ്ട്? പക്ഷേ സഹോദരങ്ങളെ, സാഡ് ടു സേ, ഇന്ന് സഭകളിൽ വിശ്വാസികൾക്ക് വലിയ പങ്കൊന്നുമില്ല. നമ്മൾ പോയി നിൽക്കുന്നു, കാണുന്നു, പോരുന്നു. ഈ അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അതിനൊക്കെ പ്രൊഫഷണൽ ആൾക്കാരുണ്ട്, അവർ ചെയ്തോളും. നമ്മൾ പോയിരുന്ന് ചുമ്മാ കണ്ടാൽ മതി. അപ്പോൾ പിന്നെ ആൾക്കാർ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ, ടി വിയുടെ മുമ്പിൽ ഇരുന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം അവിടെ പോയാലും ഒന്നും ചെയ്യാനില്ല. അവിടെ പോയാലും നമുക്ക് ചെയ്യാനുണ്ടാകണം, പരസ്പരം പ്രബോധിപ്പിക്കാൻ ഉണ്ടാകണം, ശുശ്രൂഷകൾ ഉണ്ടാകണം, കൃപാവരങ്ങൾ ഉണ്ടാകണം. അത് ആ കൃപാവരങ്ങളോട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ ഓരോ സഭയിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സഭയെ വളരെ സീരിയസ് ആയിട്ട് കാണണം. നമ്മൾ ആ സഭയിൽ ചെല്ലണം, അവിടെ ചെന്ന് അവിടുത്തെ സഹോദരങ്ങളെ കാണണം, അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം, ഒരു കൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. അവർ സാമ്പത്തികമായി പ്രയാസത്തിലിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അവരെ സഹായിക്കണം. നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം കൂട്ടായ്മയിൽ ധൈര്യപ്പെടുത്തിയും ഉറപ്പിച്ചും ബലപ്പെടുത്തിയും മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ ആരും എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ദുർമനസാക്ഷിയുള്ളവരെ മാറരുത്, പ്രത്യാശ കൈവിടരുത്. കർത്താവ് നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷിക്കും. കാരണം അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അവൻ്റെ പൗരോഹിത്യം പെർമനൻ്റ് ആണ്. അവൻ സ്വർഗ്ഗത്തിൽ നമുക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ ഒരു കാരണവശാലും നമ്മൾ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മൾ പരസ്പരം പ്രബോധിപ്പിച്ചുകൊണ്ട്, വിശ്വാസം വളർത്തിക്കൊണ്ട്, പ്രത്യാശ വളർത്തിക്കൊണ്ട്, ആ നാൾ സമീപിക്കുന്തോറും നമ്മൾ ഈ കാര്യത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അങ്ങോട്ട് നൽകാനും ശുശ്രൂഷിക്കാനും കൂടെ നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയും കൂടെ ഒരുങ്ങി വേണം നമ്മൾ ചെല്ലുവാൻ. കാരണം പലതരത്തിലുള്ള ആവശ്യങ്ങളുടെ ഇടയിലാണ്, പലതരത്തിലുള്ള പ്രഷേഴ്സിനിടയിലാണ് ആധുനിക സമൂഹം ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം ആവശ്യമാണ്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആശ്വാസം ആവശ്യമാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ളതെന്ന് പങ്കുവയ്ക്കുവാനും ഒരു പ്രസൻസ്, എനിക്ക് ഒരു സന്തോഷം, കണ്ടതിൽ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ അവരാരും ഇല്ല എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. അവർക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് വാക്കുകൊണ്ടല്ലാതെ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫെലോഷിപ്പ് ഈസ് ബ്യൂട്ടിഫുൾ വെൻ വി ആർ ഓൾ ഹാവിങ് ദാറ്റ് വൺ ഫോക്കസ് ഓഫ് ഷെയറിങ് ദാറ്റ് ഡിവൈൻ ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധനത്തിലൂടെ ആ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ആ ഒരു ശുശ്രൂഷ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കത് ലഭിക്കുമ്പോൾ അത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സഭയിൽ പോകാനൊരവസരം ഉണ്ടെങ്കിൽ പോയിരിക്കണം, അടുത്ത് ചെന്നിരിക്കണം, ആളുകളോട് ശുശ്രൂഷിക്കണം, അവരെ സ്നേഹിക്കണം, അവരുടെ കൂടെ ഇരിക്കണം. ഇന്നത്തെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആവശ്യമില്ല. നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പല്ലുപോലും തേക്കേണ്ട, ജസ്റ്റ് സോഫയിലോട്ടിരിക്കുക, ടി വിയിൽ ആരാധന റെഡി. അടുത്തിരിക്കുന്നവനുണ്ടെങ്കിലല്ലേ അടുത്തിരിക്കുന്നവന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. അവിടെ പാസ്റ്റർമാരുണ്ടോ ഇതൊന്നും നമ്മൾ അറിയില്ല. കോവിഡ് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ സഭയെ നയിച്ചത്. കൂട്ടായ്മ ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്ന കാലഘട്ടം. എനിക്ക് ആരാധനയിൽ സംബന്ധിക്കാൻ പറ്റി കേട്ടോ എന്ന് ഒരാൾ പറയുന്നത് ആ കട്ടിൽ കിടന്നുകൊണ്ടാണ്, ഒരു കർമ്മം കണ്ടുകൊണ്ടാണ്. ആ കർമ്മമല്ല സഭ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു ഓർഗനാണ്, ഒരു ഓർഗാനിസമാണ്. ആ ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ഒരവയവം മിസ്സാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ സഭായോഗങ്ങൾ മിസ് ചെയ്തതെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മതത്തിന് വേണ്ടിയല്ല. അത് നമുക്ക് പരസ്പരം ബലപ്പെടുത്താനും ബലം പ്രാപിക്കാനും നൽകാനും ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ട ഒരു അവസരത്തിന് വേണ്ടിയാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ സഹോദരങ്ങളെ കാണാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. അനേകം ആളുകൾ ഇങ്ങനെ ആശ്വാസം പ്രാപിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ സഭകളെല്ലാം അങ്ങനെ കൃപാവരങ്ങളാൽ സമ്പുഷ്ടമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ കൂടുതൽ മുമ്പോട്ട് പോകുന്തോറും ഈ മാനുഷികമായ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ആശ്വസിപ്പിക്കുന്ന, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, ക്രിസ്തുവിനെ അനുരൂപമായി ചിന്തിക്കുന്ന, നിത്യമായ യാഗത്തിൻ്റെ ആ ഗുണഫലങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ കാലത്ത് എന്നുള്ളത് വേദനാജനകമാണ്. നമ്മൾ ഒന്നും ചെയ്യാത്തവരായി ചുമ്മാ പോയിരുന്ന് കണ്ട് പെർഫോമൻസ്, സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ പെർഫോം ചെയ്യുന്നവർ, നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയിന്റുകളൊക്കെ ഉണ്ടാക്കി ആകർഷിക്കാൻ വേണ്ടി, ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവർ, അതുപോലെ പാട്ടുപാടി നമ്മളെ രസിപ്പിക്കുന്നവർ. സോ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോസസ്സായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ എബ്രായ ലേഖനം നമ്മളോട് പറയുകയാണ്, അതല്ല സഭായോഗം ഈസ് നോട്ട് എ പ്ലേസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അത് നല്ല പാട്ട് കേൾക്കാനോ നല്ല ഇൻസ്ട്രുമെൻറ്റ് പാടുന്നത് കേൾക്കാനോ ഒന്നുമല്ല നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ചെല്ലുന്നത് നമ്മുടെ സഹോദരങ്ങളെ കാണാനാണ്, നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കുന്ന അറിയാനാണ്. നമ്മുടെ മുറിവുകൾ ദൈവത്തിന് മുമ്പിൽ ആ മുറിവുകളിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനാണ്. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സഭായോഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നാൾ സമീപിക്കുന്നെന്ന് കാണുന്തോറും, ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്തോറും, നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് ചെല്ലുന്തോറും ലൈഫ് ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രഷേഴ്സ് നമ്മുടെ മുമ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സഭായോഗങ്ങളിലുള്ള പരസ്പര പ്രബോധനങ്ങളും കൈത്താങ്ങലുകളും സ്നേഹവും എത്ര പ്രധാനമാണ് എന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ദുർമനസാക്ഷിയാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും
കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ആ സഭായോഗങ്ങൾ, കർത്താവിൻ്റെ മക്കളെ, സഹോദരങ്ങളെ കണ്ടുമുട്ടുന്ന ആ യോഗങ്ങൾ, ഫെലോഷിപ്പുകളെ ഉദാസീനമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പറയാം, എൻ്റെ കർത്താവെ, അങ്ങയുടെ രാജത്വം വാഴുന്ന ആ സഭയിലേക്ക്, കൂട്ടായ്മയിലേക്ക്, അവിടുന്ന് രാജാവായിരിക്കുന്ന ആ കൂട്ടായ്മയിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളൂ. ക്രിസ്തു തലയായിരിക്കുന്ന അവയവങ്ങൾ ചേർന്ന് വരുന്ന ആ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ വിനിയോഗം ചെയ്യുവാൻ ദുർമനസാക്ഷി നീങ്ങുമാറ് മതത്തിൻ്റെ പ്രമാണങ്ങളാലല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എന്തു ഭാഗ്യം, എത്ര സന്തോഷം, എന്തു ഭാഗ്യം, എത്ര സന്തോഷം, യേശുവിൻ കൂടെ